നമസ്കാരം, ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD. എൻ്റെ ഒരു വിജു. ഒരു സോളാർ പ്ലാന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഓരോ അവയർനെസ്സും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ഒരു അവയർനെസ്സാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓൺ ഗ്രിഡ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. അതേസമയം നമ്മളിപ്പോഴൊരു ഹൈബ്രിഡ് പ്ലാന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്കതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു 5 കിലോവാട്ട് പ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു 5 to 10 ഇയേഴ്സിൽ നമുക്കിതിനെ എൻഹാൻസ് ചെയ്യേണ്ടതായിട്ട് വരാനുള്ള ഒരവസ്ഥ നമ്മുടെ വീട്ടിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇത് ഓൺ ഗ്രിഡായിട്ട് മാത്രം മാറ്റിയിട്ട് വീണ്ടും ഒരു സിസ്റ്റം കൂടെ വെക്കേണ്ട ഒരു രീതിയിലേക്ക് പോകും. കൃത്യമായിട്ട് ഞാൻ പറയുന്ന അടുത്ത 10 വർഷത്തേക്കിനുള്ള ഒരു വിഷൻ തയ്യാറാക്കി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ തരുന്നത്. നോർമലി എപ്പോഴും നമുക്ക് സെപ്പറേറ്റ് ചെയ്തു പോകുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഹൈബ്രിഡ് പ്ലാന്റ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് കാണത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയും വരും. ഇപ്പം നമുക്ക് ഈ ആരും തന്നെ മറ്റുള്ള ഫെസിലിറ്റികളൊന്നും വീട്ടിൽ അങ്ങനെ സൂക്ഷിക്കാറില്ല. ഞാനിത് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെ ഹൈബ്രിഡ് ചെയ്തിട്ടുണ്ടല്ലോ, ബാറ്ററി ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു നെഗറ്റീവ്. പിന്നെ 5 വർഷവും കഴിയുമ്പോൾ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. 10 വർഷം വാറണ്ടി ഉള്ളത് 10 വർഷം കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കതൊരു വലിയ ലോസ് ആയിരിക്കും ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ചെയ്യുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ല, നമുക്ക് ഇതിൽ നിന്നുള്ള പ്രോഫിറ്റ് അല്ല എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമുള്ളൂ. അത് ഞാൻ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ കസ്റ്റമറിന് ഏതാണോ വേണ്ടിയത് നമ്മൾ ആ ഒരു അവയർനെസ് കൊടുത്തിട്ട് എല്ലാവർക്കും നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഗുഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഓൺ ഗ്രിഡായിട്ടും ഓഫ് ഗ്രിഡായിട്ടും തിരിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ വലിയ പെയിൻ ഇല്ല. എപ്പം വേണമെങ്കിലും ഓഫ് ഗ്രിഡിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെന്നെ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ തരുന്നതായിരിക്കും. സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസ് നമ്പർ 1 കമ്പനിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലിലേക്ക് മാറിയിട്ടുണ്ട്. നിലവിലെ സർവീസും അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും ഒപ്റ്റിമൈസ് ചെയ്ത് ഏറ്റവും ബെറ്ററായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് പോകുന്ന ഒരു മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ. കൃത്യമായിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.